ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും ചതിക്കപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. ഉറ്റ സ്നേഹിതരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, എന്തിനേറെ പറയുന്നു ജീവിത പങ്കാളിമാരിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ചതിയുടെ ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങാത്തവരായി ആരും ഉണ്ടാകുകയില്ല. ദൈവവചനത്തിൻ്റെ അകത്ത് ഒരു വലിയ ചതിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു. ആ സാഹചര്യത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം അവനെ സഹായിച്ചു. ചുറ്റുമുള്ളവരുടെ മനസ്സിൽ അവനെ വിട്ടുപോകുവാൻ ദൈവം തോന്നിപ്പിച്ചു. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലാണ്. ഇത് ഒരു വലിയ ചതിയും അനന്തര സംഭവങ്ങളുമാണ്. ഞാൻ ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനകൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറയുന്ന പലരുടെയും ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. സ്നേഹിച്ചവർ, കൂടെ നിന്നവർ, പണത്തിനു വേണ്ടി അവരെ ചതിച്ചത്, വസ്തുവകകൾക്ക് വേണ്ടി ചതിച്ചത്, കുടുംബജീവിതത്തിൽ ഈ ചതിയുടെയും വഞ്ചനയുടെയും വേദന ഏറ്റുവാങ്ങിയവർ. അപ്പം ഇത് ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസകരമായി, സഹായകരമായി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 2, ചിലയിടത്ത് നമ്മൾ വളരെ വിവേചിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇടപെടേണ്ടുന്ന ചില മേഖലകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പഴയ നിയമ ഇസ്രായേലിലെ അല്ലെങ്കിൽ യെരുശലേമിലെ രാജാവായിരുന്ന യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു വലിയ ചതിയിൽ അകപ്പെട്ടു എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ അകത്ത് ഈ പല സ്ഥലത്തും എന്താ പറയുന്നത്, ഫാൻസി ഡ്രസ്സ് പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേഷം മാറി ചതിച്ചവർ പോലും ഉണ്ട്. അങ്ങനെ തൻ്റെ ഒരു കൂട്ടി രാജാവാണ് തന്നെ ചതിച്ചത്. ഞാനത് ആ മെസ്സേജിൻ്റെ മുഴുവൻ ഭാഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ ദൈവം അദ്ദേഹത്തെ സഹായിക്കുകയാണ്. ഈ നിലവിളിച്ച മനുഷ്യനെ ദൈവം ആ സാഹചര്യത്തിൽ സഹായിക്കുന്നുണ്ട്. ദൈവം സഹായിക്കുന്നതിൻ്റെ കാരണവും അവിടെ എഴുതിയിട്ടുണ്ട്. നിന്നിൽ ചില നന്മകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ വെറുതെ നിലവിളിക്കുമ്പോൾ ദൈവം സഹായിക്കുന്നു എന്നുള്ളതിൽ ഉപരിയായി ദൈവം ഒരാളെ സഹായിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ നീതി ഉണ്ടാകണം, ന്യായമുണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം. ഓക്കെ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുള്ള, ചതിക്കപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ദൈവവചന സന്ദേശം ഏറ്റവും പ്രചോദനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് നൽകി തന്ന ഈ ഒരു അവസരത്തെ ഏറ്റവും വലിയ ഭാഗ്യപദവിയായി കണ്ടുകൊണ്ട് തന്നെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരാള് അനുഗ്രഹിക്കപ്പെടുവാനുള്ള പടികളും അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുന്ന വഴികളും യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ആ ചതിയിലേക്ക് വരാം. എല്ലാ കാര്യങ്ങളും എനിക്ക് വിവരിക്കാനായിട്ട് പറ്റില്ല. സത്യത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്? 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ അധ്യായം നിങ്ങളൊന്ന് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ദൈവം നമുക്ക് അവസരം തരുമ്പോൾ ഓരോ ഭാഗങ്ങളായി നമുക്ക് ചിന്തിക്കാം. വളരെ ഷോർട്ടായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. യഹോശാഫാത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് താൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത്? ഈ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ ഒന്നും വരുന്നൊന്നുമല്ല. ചിലർ വിചാരിക്കുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, ദൈവം അങ്ങ് ഒറ്റയടിക്ക് തരുന്ന ഒരു കാര്യമായിട്ടാണ് ഈ അനുഗ്രഹത്തെയും ദൈവപ്രസാദമുള്ള ജീവിതത്തെയും കുറിച്ചൊക്കെ ചിലർ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് വിവരിക്കാം. യഹോശാഫാത്ത് ഏറ്റവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം ചുറ്റുപാടുമുള്ള അന്നത്തെ കാലത്തെ ജാതികളുടെ മുകളിൽ
രാജാവായി ദൈവം ഉയർത്തിയ ഒരു മനുഷ്യനാണ് യഹോശാഫാത്ത്. പക്ഷെ ബൈബിൾ യഹോശാഫാത്ത് എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം അധ്യായത്തിൽ ദൈവമായ യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ട് നടന്നു എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിൽ മനസ്സ് ഒരുക്കത്തോടുകൂടി നടക്കുക എന്നുള്ളതാണ്. താൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും താൻ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, തന്നെ ശരിയായ പാതകളിൽ നടത്താനായി മാർഗനിർദ്ദേശം കൊടുക്കുന്നവരായ ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മളെ യഥാർത്ഥമായ സത്യമായ ദൈവവചനത്തിന്റെ പാതകളിൽ നടത്തുന്ന നല്ല ഗുരുക്കന്മാർ, മാർഗനിർദ്ദേശം തരുന്ന നല്ല ആളുകൾ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ അതൊരനുഗ്രഹമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ഉപദേശിക്കുവാൻ, ശരിയായ പാതകൾ നമുക്ക് കാണിച്ചു തരുവാൻ നല്ല ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ദിനവൃത്താന്തം 17-ാമത്തെ വാക്യത്തിലാണ്. അപ്പം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവിക ന്യായപ്രമാണങ്ങളിൽ രസിച്ചു, അതിൻ പ്രകാരം ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ചുറ്റുപാടുമുള്ള ജാതികളുടെ മുകളിൽ ദൈവം യഹോശാഫാത്തിനെ ഉയർത്തി. യുദ്ധം ചെയ്യാൻ പോലും ആരും വരാതെ ദൈവം തന്നെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഈ കേരളക്കരയിൽ നമ്മൾ ഈ തലമുറകളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് സന്ധ്യപ്രാർത്ഥനകളും ആരാധനകളും ദൈവാശ്രയവുമായിട്ടൊക്കെ ഇവിടുത്തെ മാതാപിതാക്കന്മാർ അരയൊക്കെ മുറുക്കി പട്ടിണി പോലും കിടന്ന് ദൈവഭയത്തിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ടൊക്കെ അവർ ദൈവത്തെ സേവിച്ചിട്ടുണ്ട്. അവരെയും അവരുടെ പിൻതലമുറകളെയും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അപ്പം ശരിക്കും നമുക്ക് വ്യക്തമായി ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇന്ന് ഒരു പക്ഷെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിൽ പോലും അവരനുഗ്രഹിക്കപ്പെട്ട് അവർ നന്നായി ജീവിക്കുന്നതിൻ്റെ പിന്നിൽ പോലും പല പിതാക്കന്മാരുടെ കണ്ണുനീരുകളും വേദനയും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ അവർ വില കൊടുത്തു നിന്നത് കൊണ്ടാണ്. അത് ശരിക്കും യഹോശാഫാത്തിന്റെ ജീവിതത്തിലും നമുക്കത് കാണാനായിട്ട് പറ്റും. അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന വഴികൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ചിന്തിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അത് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയുകയാണ്. മറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, യഹോശാഫാത്തിന് ധനവും മാനവും ഒക്കെ വർദ്ധിച്ചപ്പോൾ വന്ന വഴികളെല്ലാം താൻ മറന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആഹാബുമായി സംബന്ധത്തിലേക്ക് പോയി. ആഹാബ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ രാജാവാണ്, അല്ലെങ്കിൽ ശമരിയയിലെ രാജാവാണ്. അപ്പം ആഹാബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവവുമായിട്ടൊന്നും ഈ പറയുന്ന വലിയ ബന്ധമൊന്നുമില്ല. തന്നിഷ്ടക്കാരനായി അന്യദൈവാരാധനയിൽ ദൈവത്തിൽ നിന്നൊക്കെ വിട്ടകന്ന് ജീവിക്കുകയാണ് ആഹാബും ആഹാബിന്റെ രാജ്യവും. അപ്പൊ ശരിക്കും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടാകേണ്ടുന്ന ഒരു വേർപാടുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇടപെടരുത്. ദൈവം വെച്ചിട്ടുള്ള തിരുവചനത്തിന്റെ അതിർത്തികളെയും വരമ്പുകളെയും നമ്മൾ ലംഘിക്കരുത്. കാരണം മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ദൈവം വെച്ചിട്ടുള്ള ആ വേർപാടിന്റെ മതിൽ നമ്മൾ പൊളിച്ചാൽ ഉറപ്പായും പാമ്പ് നമ്മളെ കടിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അപ്പം പിന്നീടാണ് ഈ ആഹാബുമായിട്ട് ഇദ്ദേഹം സംബന്ധത്തിലേക്ക് പോകുന്നു. സംബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്യുവാനായിട്ട് ഗിലെയാദിലെ റാമോത്തിലേക്ക് പോകുന്നു. നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിലും നമ്മൾ ഈ കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെയുള്ള സമയങ്ങളിൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പണം കൂടി സമ്പത്ത് കൂടി ജീവിതത്തിലെല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നാം പല സമയങ്ങളിലും ദൈവത്തെ മറക്കുന്നതാണ് പതിവ്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. അപ്പം ഇവിടെ നടന്ന സംഭവം എന്താണ്? ഈ ഗിലെയാദിലെ റാമോത്തിലേക്ക് യുദ്ധത്തിനായി പോകരുതെന്നായിരുന്നു സത്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ ഇവർ എന്ത് ചെയ്തു? ഇവർ യുദ്ധത്തിനായിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു. ഞാൻ വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാം.
ഈ യുദ്ധത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ ജയിക്കില്ലെന്ന് മീഖയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവാലോചന പറഞ്ഞു. പക്ഷേ മറ്റ് 400 പ്രവാചകന്മാർ അവർ ബോഷ്കിന്റെ ആത്മാവ് വായിലുള്ളവരാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ദൈവഹിതത്തിന് വിരോധമായി ഒരു വ്യക്തി ഒരുപാട് നാൾ ജീവിച്ചാൽ ദൈവം അവനെ ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ യുദ്ധം ചെയ്യുവാനായിട്ട് അവർ പോവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പോകുന്ന യുദ്ധത്തിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആഹാബിന് അറിയാമായിരുന്നു. കാരണം മീഖാവ് എന്ന് പറയുന്ന പ്രവാചകൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആഹാബ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ആഹാബ് രാജാവാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി താന് ഒരു സാധാരണക്കാരനെ പോലെ വേഷം ധരിച്ച് പടയിൽ കടന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സാധാരണക്കാരനെ പോലെ താൻ വേഷം ധരിച്ച് പടയിൽ കടന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലാണ്. നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഫാൻസി ഡ്രസ് മത്സരം ഇല്ലേ വേദപുസ്തകത്തിൽ? ഇങ്ങനെ ഈ ഫാൻസി ഡ്രസ് പോലെ എന്താ പറയുന്നത്, വേഷപ്രച്ഛന്ന മത്സരങ്ങൾ പോലെ വേഷപ്രച്ഛന്നരായി ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യാക്കോബ് അങ്ങനെയുള്ള ഒരാളായിരുന്നല്ലോ. ഏശാവിന്റെ അനുഗ്രഹം കബളിപ്പിച്ചെടുക്കുമ്പോൾ എന്താ പറയുന്നത്, കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ കബളിപ്പിക്കുവാൻ തക്കവണ്ണം രോമമുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അപ്പന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന യാക്കോബിനെ നമുക്ക് കാണാം. പക്ഷേ യാക്കോബിന് അനുഗ്രഹം കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അനുഗ്രഹത്തോടൊപ്പം വിട്ടുമാറാത്ത കണ്ണുനീരും തനിക്കുണ്ടായിരുന്നു. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെ കളിപ്പിച്ചെങ്കിൽ കണ്ണ് കാണാവുന്ന യാക്കോബിനെ ഭാര്യയെ മാറ്റി അമ്മായിയപ്പൻ കളിപ്പിച്ചു എന്നുള്ളത് എന്താ പറയുന്നത്, ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഒരു നീതിയായിരുന്നു അത്. അങ്ങനെ 20 വർഷത്തോളമാണ് ഈ യാക്കോബ് അമ്മായിയപ്പന്റെ വീട്ടിൽ പോയി അടിമവേല ചെയ്യേണ്ടതായിട്ട് വന്നത്. സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ വേഷപ്രച്ഛന്ന മത്സരങ്ങളൊന്നും നടത്തരുത്. മുഖം മൂടി അണിഞ്ഞൊരു ജീവിതം നമുക്ക് പാടില്ല. ദൈവസന്നിധിയിൽ സത്യസന്ധതയോടെ നമ്മൾ ജീവിക്കണം. നേരെ വാ നേരെ പോ എന്നുള്ള രീതിയായിരിക്കണം നമുക്ക്. പക്ഷെ ചിലർ അങ്ങനെയല്ല. അവര് ഈ കാര്യത്തിൽ വളരെ വിദഗ്ധരാണ്. മറ്റുള്ളവരെ പറ്റിക്കുവാൻ, അവരുടെ മുമ്പിൽ അഭിനയിക്കുവാൻ ഭയങ്കര വിദഗ്ധന്മാരാണ് ചിലര്. പക്ഷെ ഇത് കാണുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അപ്പം ഈ ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവ്, അദ്ദേഹം വേഷം മാറി പടയിൽ കടന്നു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശത്രു രാജ്യം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, രാജാവിനെ മാത്രമേ ആക്രമിക്കാവൂ, അല്ലാത്തവരെ ആരെയും നിങ്ങൾ കൊല്ലരുത്. ഇത് രാജാവ് കൊടുത്തൊരു, ശത്രു രാജ്യം കൊടുത്തൊരു കൽപ്പനയായിരുന്നു. അപ്പം ഈ ആഹാബിന് അത് അറിയാമായിരുന്നു. അതറിയാവുന്നത് കൊണ്ട് ആഹാബ് വേഷം മാറി, ബുദ്ധിപൂർവം മാറി. പക്ഷെ യഹോശാബാത്ത് ഇതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹം രാജാവിനെ പോലെ വസ്ത്രം ധരിച്ച് യുദ്ധം ചെയ്യുവാനായി യുദ്ധഭൂമിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ പ്രാരംഭമായി മെസ്സേജിന്റെ ടൈറ്റിലിൽ കൊടുത്തതുപോലെ വലിയ ഒരു ചതിയിൽപ്പെട്ടു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഒരു വലിയ ചതിയിൽപ്പെട്ടു തൻ്റെ ചുറ്റും ശത്രു സൈന്യം നിൽക്കുകയാണ്. എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചതിക്കപ്പെടാറുണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ സ്നേഹത്തോടെ കരുതുന്ന പലരും, എന്താ പറയുന്നത്, കൂടെ നടക്കുന്ന പലരും നാം അറിയാതെ ചില മേഖലകളിൽ നമ്മളെ ചതിക്കാറുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പോലും തന്നെ ഒറ്റിക്കൊടുത്തത് കൂടെ നടന്ന ഈസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ്. തൻ്റെ കൂടെ നടന്നവൻ, അത്ഭുതം കണ്ടവൻ, അതുപോലെ തന്നെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചവൻ, യേശുവിൻ്റെ ആ കരുതൽ അനുഭവിച്ചവൻ, അവൻ തന്നെയല്ലേ യേശുവിനെ ഒറ്റിക്കൊടുത്തത്? അപ്പം ഇത് ശരിക്കും ഒരു റിയാലിറ്റിയാണ്. അപ്പം ഇങ്ങനെ ഒരു വലിയ ചതിക്കകത്ത് പെട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തോട് നിലവിളിച്ചു. ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. യഹോശബാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു. ഈ ചില അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ തന്നെ വരുത്തുന്ന അബദ്ധങ്ങളുണ്ട്. ഈ വിവേചനപരം എന്ന് പറയുന്ന ഒരു പ്രത്യേക കൃപയുണ്ട്. ആ കൃപ നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് വിവേചിക്കാൻ കഴിയാതെ പോകും. സാമ്പത്തികമായ നഷ്ടങ്ങൾ,
സാമൂഹിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ, ഇതിനെല്ലാം പിന്നീട് ഈ വിവേചനപരമില്ലാതെ പോയാൽ നമുക്കുണ്ടാകും. കാരണം നമ്മുടെ അരികിൽ സ്നേഹത്തോടെ വരുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കാൻ വരണമെന്ന് ഇല്ല, സ്നേഹത്തോടെ വരണമെന്ന് ആകണമെന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു, ബന്ധങ്ങൾ ബന്ധനമാകരുത്. പിശാചിന്റെ കൈകളിൽ നിയന്ത്രിക്കപ്പെടുന്ന പല വ്യക്തികളും നമ്മുടെ ദൈവകൃപയെ തകർക്കുവാൻ, നമ്മുടെ ആ വിളിയിൽ നിന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മുടെ അരികിൽ വരാൻ സാധ്യതകളുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കും. അവൻ ചതിക്കപ്പെടുവാൻ ഒരിക്കലും ഇടയാകില്ല. യഹോശാഫാത്ത് വേർപാട് നഷ്ടപ്പെട്ടതുകൊണ്ട്, തൻ്റെ ദൈവസന്നിധിയിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ചതിയിൽപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയിൽ ജീവിക്കുന്നവരൊന്നും ചതിയിൽപ്പെടില്ല. അഥവാ ഒരു അബദ്ധത്തിൽ നമ്മൾ പെട്ടാലും ആ പെടുന്നതിന് മുമ്പ് ദൈവം നമ്മളെ കാണിക്കും. 100 ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ മനസ്സലിവുള്ളവനായ ദൈവം യഹോശാഫാത്തിനെ സഹായിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹായിച്ചു എന്ന് മാത്രമല്ല, ചുറ്റുപാടുമുള്ള ശത്രുക്കൾ, വളഞ്ഞിരുന്ന ശത്രുക്കൾക്ക് ഇവനെ വിട്ടുപോകുവാൻ യഹോവ തോന്നിപ്പിച്ചുവെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യഹോശാഫാത്ത് രക്ഷപ്പെട്ടു. പക്ഷേ ഒരു പട്ടാളക്കാരൻ, ഒരുത്തൻ ഒരമ്പ് യാദൃച്ഛിക കൊലച്ചു. അതുപോയി ഈ ആഹാബിന്റെ ദേഹത്തേക്ക് കയറുകയും ആഹാബ് മരണപ്പെടുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സമാധാനത്തോടെ തന്റെ അരമനയിലേക്ക് ആഹാബ് മടങ്ങി വരുമ്പോൾ, യേഹു എന്ന് പറയുന്ന ഒരു ദർശകൻ, ഒരു പ്രവാചകൻ അദ്ദേഹത്തെ എതിരേറ്റിട്ട് ഞാൻ ചോദിക്കുകയാണ്, യഹോശാഫാത്തെ, ദുഷ്ടന് നന്മ ചെയ്യുന്നത് വിഹിതമാണോ? നീ എന്തിനാണ് അവിടേക്ക് പോയത്? അപ്പൊ പറഞ്ഞിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ ഒരു കാര്യം പറയുകയാണ്, നിന്നിൽ ചില നന്മ ദൈവം കണ്ടിട്ടുണ്ട്. ആ നന്മ നിന്നിൽ കണ്ടതുകൊണ്ടാണ് ദൈവം നിന്നെ രക്ഷിച്ചത്. എന്താണ് ആ നന്മ? ബാല്യകാലം മുതൽ ദൈവത്തെ അന്വേഷിച്ചൊരു ശീലം, ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന്റെ വഴിയിൽ നടന്നൊരു മനസ്സ്, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഹൃദയം, അതുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ബാക്കി വെച്ചിരിക്കുന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ദൈവം ഇന്നും ബാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ മഹത്തായ ഒരു ദൈവോദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് പോലും നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരുപാട് പ്രിയപ്പെട്ടവര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചുമൊക്കെ പറയാറുണ്ട്, ദൈവദാസനെ ദൈവവചനം ഒക്കെ കേട്ടു ഭയങ്കര സന്തോഷം തോന്നുന്നു, ഒത്തിരി കർത്താവിനോട് ഈ നാളുകളിൽ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം ക്ഷണികമായ ജീവിതമാണ്. എനിക്ക് ഏകദേശം 40 വയസ്സോട് അടുത്ത് പ്രായമായി വരികയാണ്. ഞാൻ 87-ലുള്ള ഒരാളാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി മരണത്തിലൂടെ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. ഞാനും പല തവണ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഇന്നും എന്നെയും നിങ്ങളെയും ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. കാരണം ഈ യഹോശാഫാത്ത് എന്ന് പറയുന്ന വ്യക്തി ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം താൻ തിരിച്ചു വന്ന് 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ദേശമെല്ലാം ചുറ്റി സഞ്ചരിച്ച് ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുന്നു. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം, ദൈവികമല്ലാത്ത വഴികളിൽ നിങ്ങൾ ഇനി യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ് ജനത്തെ മടക്കി വരുത്തുന്നു. ഏകാഗ്ര ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടി നിങ്ങൾ ദൈവം മുമ്പിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ, ദൈവം ആയുസ് തന്നത്, ദൈവം ആരോഗ്യം തന്നത്, നിലവിളിക്കുമ്പോൾ ചിലതിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇനിയുള്ള കാലം കർത്താവിൻ്റെ സാക്ഷികളായി തീരാനായിട്ടാണ്. ഒരു സമർപ്പണത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും നമുക്ക് വരാം. അതിന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ ദൈവത്തിന് പ്രയോജനകരമായ ഒരു ജീവിതമായി മാറുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.